വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളെയും പാർട്ടികളും മികച്ച സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുൾപ്പെടെ പുതുമുഖങ്ങൾ സ്ഥാനാർത്ഥികളായി വന്നേക്കാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉറപ്പായും ഉൾപ്പെടുമെന്ന് ഏറ്റവും അധികം പറയപ്പെടുന്ന ഒരാളാണ് ചലച്ചിത്ര താരം പിഷാരടി. വ്യാപകമായി തന്നെ പിഷാരടിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു പിഷാരടി കോൺഗ്രസിന്റെ ഭാഗമായത്. അന്ന് പിഷാരടിയുടെ ഉറ്റ സുഹൃത്ത് ധർമ്മജൻ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ഒട്ടേറെ മണ്ഡലങ്ങളിൽ പിഷാരടി ഏറെ സജീവവുമായിരുന്നു. ബാലുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പിൽ ധർമ്മജൻ 8 നിലയിൽ പൊട്ടിയെങ്കിലും പിഷാരടി പ്രചരണ രംഗത്ത് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ധർമ്മജൻ കോൺഗ്രസുമായി അകന്നു. എന്നാൽ പിഷാരടി പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാവുകയായിരുന്നു. പിന്നീട് നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പിഷാരടിയായിരുന്നു ശ്രദ്ധാകേന്ദ്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലും പിഷാരടി സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 10 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ വിവാദങ്ങളിൽ അടക്കം തന്നെ മറുപടികളുമായി കൂടുതൽ സജീവമാവുകയാണ് പിഷാരടി. ഇതിൽ പാർട്ടിക്കുള്ളിലെ ഒരു ചെറിയ വിഭാഗത്തിന് അസ്വാരസ്യങ്ങളുമുണ്ട്. ആരോപണങ്ങൾ തെളിയുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട കാര്യമില്ലെന്ന് പിഷാരടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല. ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികമാണ്. രാഹുലിന്റെ സുഹൃത്തായതിനാൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടാകും. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2.5 വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചിരുന്നു. രാഹുലിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള പിഷാരടിയുടെ പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനായിരുന്നു പിഷാരടിക്കെതിരെ രംഗത്ത് വന്നത്. രമേശ് പിഷാരടി കോൺഗ്രസുകാരനായ താരമെന്നതിൽ താൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറെ അഭിമാനിച്ചിരുന്നെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി നടത്തിയ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാതായി മാറിയെന്നും നീതു കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുലിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു FIR-ന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല, മറിച്ച് പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതാക്കളുടെ ബോധ്യപ്പെടലുകളുടെയും അടിസ്ഥാനത്തിലാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ നീതു വിജയൻ പറഞ്ഞു. രാഹുലിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ പ്രമാദമായ കേസിൽ എന്തുകൊണ്ട് കാണിച്ചില്ല എന്നും രമേശ് പിഷാരടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കുറിപ്പിൽ വനിതാ നേതാവ് ചോദ്യം ഉന്നയിച്ചു. അതേസമയം പിഷാരടിയുടെ പ്രസ്താവനയിലും പിഷാരടിക്കെതിരായ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ പ്രതികരണത്തിലും കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് നിലവിൽ പിഷാരടിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ തവണ K ബാബു മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ അടുത്ത തവണ ബാബു മത്സരിക്കുവാൻ സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പിഷാരടിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനങ്ങൾ പിഷാരടിക്ക് ഗുണമാകുമോ ദോഷമാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.